സല്യൂട്ട് സ്നേഹിതരെ, സ്വന്തമായി ഒരു വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമാണല്ലോ. ഞാനും പണ്ട് പ്രതീക്ഷിച്ചിരുന്നത് ജോലിയൊക്കെ കിട്ടി ഒരു 10-15 വർഷത്തിനകമെങ്കിലും എനിക്ക് സ്വന്തമായി ഒരു വീടുണ്ടാകുമെന്നായിരുന്നു. സാധാരണ IPS-ഉം IAS-ഉം ഒക്കെ കിട്ടി വരുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു 15 വർഷം മാക്സിമം, അതിനിടയ്ക്ക് ഒരു വീട് സ്വന്തമായി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം അവർ സർവീസിൽ കയറുമ്പോൾ തൊട്ട് ചിന്തിച്ച് തുടങ്ങുന്ന കാര്യമാണ് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത്. ഒരു അഡ്രസ്സാണല്ലോ. അപ്പോൾ വെറുതെ ശ്രീലേഖ IPS എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അതൊരു അഡ്രസ്സാവില്ലല്ലോ. ഒരു വീടിൻ്റെയും കൂടെ ഒരു അഡ്രസ്സ് വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് വീട് സ്വന്തമായിട്ട് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റുന്നത്, പെർമനൻ്റ് ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. വർഷങ്ങളായിട്ട് നമുക്കൊരു വീടില്ലാത്തതുകൊണ്ട് പോകുന്നിടത്തൊക്കെ ക്വാർട്ടേഴ്സിൽ അല്ലെങ്കിൽ വാടക കെട്ടിടത്തിലൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കുറേ അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് സാധനങ്ങൾ ഈ യാത്രക്കിടയിൽ നഷ്ടപ്പെട്ടു പോകേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. 2000 ആണ്ടിൽ അടുപ്പിച്ചെങ്ങാണ്ട് ശ്രീ TN ഗോപകുമാർ ചെയ്ത ഓൺ റെക്കോർഡ് എന്ന പരിപാടിയുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിലൂടെ അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് ശ്രീലേഖയ്ക്ക് ഇത്രയും നാളായിട്ടും സ്വന്തമായ ഒരു വീടില്ലാത്തത് എന്ന്. DIG ആയി, എന്നിട്ട് ഒരു വീട് വെക്കുന്ന കാര്യം എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല എന്ന്. ആലോചിക്കാഞ്ഞിട്ടൊന്നുമല്ല, അത് പറ്റിയില്ല. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് സംഭവിക്കുന്നില്ല, എന്താണെന്ന് അറിയില്ല. ഉടനെ തന്നെ ആഗ്രഹിക്കുന്നതെല്ലാം സംഭവിക്കില്ലല്ലോ, എല്ലാവർക്കും ഓരോ സമയമില്ലേ, സമയം അനുസരിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതാണ്. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും ആദ്യം അദ്ദേഹം വീണ്ടും എന്നോട് ചോദിച്ചത്, എന്താ വീട് വെക്കാത്തത്, വീടിൻ്റെ കാര്യം എന്താ ആലോചിക്കാത്തതെന്നായിരുന്നു. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ചില സ്ഥിരം ചോദ്യങ്ങളുണ്ടല്ലോ. ഒരു പ്രായമായിക്കഴിഞ്ഞാൽ കല്യാണം എപ്പോഴാണ്, കല്യാണം ആയിക്കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുമ്പോൾ കുട്ടികൾ എപ്പോഴാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നു എന്നേ വിചാരിച്ചുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും ഒരു വീട് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. 1997 മുതൽ ഞാനും ഹസ്ബൻഡും കൂടെ ഒരു വീട് വേണമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. തറവാട് വക കിട്ടിയ കുറച്ച് സ്ഥലമുണ്ട്, വലിയ പ്രശ്നങ്ങളായിട്ട് കേസും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. സ്വന്തത്തിലുള്ള ആൾക്കാർ തന്നെ അത് ഒഴിയാതെ വീട്ടിൽ താമസിക്കുന്നു. അച്ഛൻ്റെ കുടുംബ വീടാണ്. ഇതിൻ്റെ സിവിൽ കേസുകൾ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. എറണാകുളം DIG ആയിരുന്ന സമയത്ത് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു സ്ഥലത്ത് വീട് വെക്കുന്നുണ്ട്, ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫ്ലാറ്റിന് പോയി. അന്ന് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം ആദ്യം ഇപ്പോൾ കുറച്ച് പൈസ കെട്ടിവെക്കണം, പിന്നെ അത് കഴിഞ്ഞ് ലോൺ എടുക്കണം. കുടുംബ സുഹൃത്തൊക്കെ സഹായിച്ച ശേഷമാണ് ഞങ്ങൾക്കത് വീടിൻ്റെ പൈസ കെട്ടിവെക്കാനൊക്കെ സാധിച്ചത്. പക്ഷേ അത് ഒരു 8 വർഷം എടുത്തു അത് തീർന്നു കിട്ടാൻ വേണ്ടി. പിന്നെ ഞാൻ IG ആയിട്ട് വീണ്ടും അവിടെ ചെല്ലുമ്പോഴാണ് ആ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 2011-ലോ 12-ലോ ഒക്കെയാണ് അത് കിട്ടുന്നത്. തിരുവനന്തപുരത്ത് എൻ്റെ അച്ഛൻ്റെ കുടുംബസ്വത്തായിട്ടിരുന്ന സ്ഥലം എൻ്റെ കയ്യിലുണ്ടായിരുന്ന പുറകിലുള്ള 5.5 സെൻറ്റ് സ്ഥലവുമൊക്കെ ആയിരുന്നു. വളരെ ചെറിയ സ്ഥലമായിരുന്നു അത്. പുറകുവശത്തോട്ട് പോകണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയ വഴി കൂടെ കയറി, അപ്പോൾ കാറൊക്കെ പോകാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ ചേച്ചിയോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് മുമ്പിലത്തെ സ്ഥലവും കൂടെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ കാശില്ല കയ്യിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. സർവീസിൽ കയറിയപ്പോൾ തന്നെ തോന്നിയ ഒരു ബുദ്ധി, കേരള പോലീസ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊരു സ്ഥാപനമുണ്ട് എറണാകുളത്ത്. അവര് കുറേ സ്ഥലം പല സ്ഥലത്തായിട്ട് എടുത്തിട്ട് അത് വീടില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. മാസം തോറും അതിനുള്ള പൈസ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് കൊടുത്ത് തീർത്താൽ മതി. തിരുവനന്തപുരം വെള്ളൈക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത്, പേയാടൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദൂരം പോവേണ്ടി വരും. അവിടെ കുറച്ചധികം സ്ഥലം ഉദ്യോഗസ്ഥർക്ക് അത് പങ്കുവെച്ച് കൊടുക്കുന്നു. അപ്പം ഞാനും ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ 15 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി അപ്ലൈ ചെയ്തു. അവസാനം സ്ഥലം കിട്ടുന്നത് തന്നെ എന്തോ നറുക്കൊക്കെ ഇട്ട് വളരെ പ്രക്രിയയിലൂടെയാണ് കിട്ടുന്നത്. അങ്ങനെ എനിക്ക് നറുക്കിട്ടെടുത്ത് കിട്ടിയ സ്ഥലം വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു. ഇതിൻ്റെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് മാസം തോറും പിടിക്കുന്ന ഒരു തുകയായിരുന്നു. വളരെ തുച്ഛമായ തുകയായിരുന്നു പിടിച്ചുകൊണ്ടിരുന്നത്. 2000 തൊട്ട് 4000 രൂപ വരെയുള്ള ഒരു എമൗണ്ട് എല്ലാ മാസവും നമ്മൾ കൊടുക്കണം. 17.5 സെൻറ്റ് സ്ഥലം എനിക്ക് അങ്ങനെ പുളിയറക്കോണം വെള്ളൈക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് സ്വന്തമായി കിട്ടി. അവിടെ ഒരു വീട് വെക്കാം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. മതിൽ കെട്ടാൻ വേണ്ടി തന്നെ ഞാൻ എൻ്റെ ഒരു സ്വർണ്ണമാല വിറ്റു. എന്നിട്ടാണ് 25,000 രൂപ ഉണ്ടാക്കിയെടുത്തിട്ട് ആ മതിൽ പോലും കെട്ടി തിരിച്ചത്. കുറേ ദൂരെയാണ്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് തന്നെ 11 കിലോമീറ്റർ ദൂരമുണ്ട് ആ സ്ഥലത്ത്. കൂടാതെ ഒരു ടോൾ ബൂത്തും ഉണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ടോൾ ബൂത്തിൽ കൂടെ കടന്നു കയറിയിട്ടാണ് ആ സ്ഥലത്തോട്ട് പോകേണ്ടത്. ഇത്രയും ദൂരെ പോയി ഒരു സ്ഥലത്ത് വീട് വെക്കുന്നത് എൻ്റെ ഭർത്താവിന് തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് വീണ്ടും മെഡിക്കൽ കോളേജ് വരെ പോകാൻ 17-18 കിലോമീറ്റർ വേണം. എന്നും രാവിലെയും രാത്രിയിലും ഇങ്ങനെ വണ്ടി ഓടിച്ച് 17-18 കിലോമീറ്റർ അങ്ങോട്ടും വീണ്ടും അത്രയും സമയം ഇങ്ങോട്ടും ടോൾ ബൂത്തിലൂടെ പൈസയും കൊടുത്ത് പോകുന്നത് താല്പര്യമില്ലാത്തത് കൊണ്ട് വരട്ടെ അവിടെ വീട് വെക്കേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ആ സ്ഥലം അവിടെ കിടന്നു. തിരുവനന്തപുരത്തെ സ്ഥലം തന്നെ എങ്ങനെയെങ്കിലും കേസ് നടത്തി ശരിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കേസ് നീണ്ടുപോയി. നമുക്ക് ഫേവറബിളായിട്ട് വിധിച്ചു, പക്ഷേ എന്നാലും കേസ് നീണ്ടുപോയി.
ഹസ്ബൻഡാണ് കഷ്ടപ്പെട്ട് എല്ലാ പ്രാവശ്യവും കോടതി പൊയ്ക്കൊണ്ടിരുന്നത്. അവസാനം ഒരു ഓർഡർ വന്നു നമ്മുടെ സ്ഥലമാണ് എന്ന്. പക്ഷേ ആ ഓർഡർ വന്ന ശേഷവും അത് നടപ്പിലാക്കാൻ വേണ്ടി എക്സിക്യൂഷൻ പെറ്റീഷൻ സമർപ്പിക്കണം, അതിന് അപ്പീലുണ്ട്. അങ്ങനെ നീണ്ടുപോയപ്പോൾ അവിടെ അനധികൃതമായിട്ട് താമസിച്ചിരുന്ന ആൾക്കാരെ ഒഴിപ്പിക്കാനായിട്ട് നമ്മൾ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് അത് അവരെ മാറ്റിയത് അവിടെ നിന്ന്. അപ്പം ബന്ധുക്കളാണ്, പക്ഷേ എന്നാലും അവർക്ക് കാശ് കൊടുത്തിട്ടാണ് അവരവിടെ നിന്ന് മാറിപ്പോയത്. ഉടനെ തന്നെ ആ പഴയ തറവാട് വീടൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ നമ്മൾ വെറുതെ ഒരു സ്ഥലമാക്കി ഇട്ടു. കുറേ കൂടെ കഴിഞ്ഞിട്ടാണ് ചേച്ചി ആ സ്ഥലവും കൂടെ എനിക്ക് തരാമെന്ന ഒരു ഉറപ്പുണ്ടായത്. വീടിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ച് കുറേ അപവാദം എനിക്ക് പിന്നീട് കേൾക്കേണ്ടി വന്നു എന്നതുകൊണ്ടാണ്. നല്ല നല്ല പോസ്റ്റുകളിൽ ഇരിക്കുമ്പോൾ ഒരുപാട് അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ എൻ്റെ പേര് പത്രത്തിലൂടെ വന്നു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ചൊറിഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് അവരെനിക്കെതിരെ കഥകളുണ്ടാക്കി പത്രമാധ്യമങ്ങളിലൂടെ ചുമ്മാ അങ്ങ് അടിച്ചു കയറ്റി പ്രശസ്തി കൊടുക്കും. ആർക്കും വേണ്ടാത്ത പോസ്റ്റുകളിൽ ഞാൻ ഇരിക്കുകയാണെങ്കിൽ, ഒരു ജോലിയും ചെയ്യാതെ ഒതുക്കിയ പോസ്റ്റാണെങ്കിൽ ശല്യമില്ലാതെ ഇരിക്കാം, ഒരു പ്രശ്നവും ഇല്ലാതെ എനിക്ക് തുടർന്ന് പോവാം. പക്ഷേ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഒരു തിരിച്ചടി പോലെ ഇങ്ങനെ വാർത്തകൾ കേൾക്കും. ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് ഇരുന്നു കൊണ്ട് കുറേ അധികം കാര്യങ്ങൾ ചെയ്തതായിട്ട് ഞാൻ കഴിഞ്ഞ 2-3 എപ്പിസോഡുകളായിട്ട് നിങ്ങളോട് പറയുന്നുണ്ടല്ലോ. അതിനൊക്കെ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അർഹിക്കുന്ന പ്രാധാന്യം കിട്ടിയില്ലെങ്കിൽ പോലും കുറച്ച് പ്രശസ്തി കിട്ടിയിരുന്നു. ആളുകൾ നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി എന്നെക്കുറിച്ച്. വേൾഡ് ബാങ്കിൽ നിന്ന് ഫണ്ട് കിട്ടുന്നു, ഹാക്കത്തോൺ നടത്തുന്നു, ആക്സിഡൻറ്റ് റേറ്റ് കുറയുന്നു, പുതിയ ഒരുപാട് കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് വകുപ്പിന് വേണ്ടി ചെയ്യുന്നു, ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് സ്റ്റേഷൻസ് ഉണ്ടാക്കുന്നു, സ്മാർട്ട് ലൈസൻസ് കാർഡ് വരുന്നു, സ്മാർട്ട് ട്രേസ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ടാക്കി, ഓഫീസുകളിലും ചെക്ക് പോസ്റ്റുകളിലും എല്ലായിടത്തും നവീകരണം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. കമ്പ്യൂട്ടറൈസേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ട് മോട്ടോർ വാഹന വകുപ്പിനൊരു വെബ്സൈറ്റ്, ഒരു ഫേസ്ബുക്ക് പേജ്, സോഷ്യൽ മീഡിയ പേജ്, ഇതെല്ലാം തുടങ്ങിയതും ഒക്കെ ആ സമയത്താണ്. അങ്ങനെയുള്ള നല്ല പേര് കേട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ പേര് മോശപ്പെടുത്താനായിട്ട് ഇപ്പുറത്തു നിന്ന് കുറച്ചധികം പ്രക്രിയ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. എനിക്ക് എല്ലാം കൂടെ ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല, പക്ഷേ ചിലത് മാത്രം ഞാൻ ഇവിടെ വിവരിക്കുകയാണ്. കാരണം പലതും ഞാൻ അങ്ങ് അവഗണിച്ചു. പോട്ടെ, സാരമില്ല, ഇഷ്ടമുള്ളവർ പറഞ്ഞോട്ടെ, അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ത്രില്ല് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവഗണിച്ചു. പക്ഷേ ചില കാര്യങ്ങളോട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നെ എക്സ്പ്ലനേഷൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതിന് എക്സ്പ്ലനേഷൻ തരൂ എന്ന് പറഞ്ഞ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ DGPയുടെ ഓഫീസിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഒക്കെ ഇതുപോലെ മെമ്മോ ഒക്കെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നറിഞ്ഞ് അതിനെതിരെ പ്രതികരിക്കുന്നത്. ആദ്യം ഇതുപോലെ നടന്നത് ഞാനും ഹസ്ബൻഡും കൂടെ കുഴിപ്പള്ളം എന്ന് പറയുന്ന ഒരു ഫാമുണ്ട്, ഒരു അഗ്രികൾച്ചറൽ ഫാമാണ്. അപ്പോൾ അവിടെ പോകണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ പാറശാലയ്ക്ക് അടുത്ത് ഒരു ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ അത് കാണാനായിട്ടും അതിൻ്റെ പ്രവർത്തന പുരോഗതി വിലയിരുത്താനും എനിക്ക് പോയേ പറ്റൂ. അങ്ങനെ പോകാനായി ഞാൻ റെഡിയായിട്ടിരുന്ന ഒരു സമയത്ത്, ഒരു അവധി ദിവസമാണ്, എൻ്റെ വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുട്ടി, എനിക്ക് പണ്ടേ പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു കുഞ്ഞ് പട്ടി ഉണ്ടായിരുന്നു, ടോഫി എന്നായിരുന്നു പേര്. അവനിപ്പോൾ ഇല്ല. എനിക്ക് എൻ്റെ മോളെ പോലെ സ്നേഹമായിട്ടുള്ള ഒരു പട്ടിയായിരുന്നു. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എനിക്ക് നെഞ്ചു പൊട്ടുന്ന സങ്കടമാണ്. അപ്പോൾ ടോഫിക്ക് അസുഖമായതുകൊണ്ട് ടോഫിയെ ഒറ്റക്കിട്ടിട്ട് പോയാൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവളെയും കൂടെ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അവൾ ചുമ്മാ എൻ്റെ മടിയിലിരുന്നോളും. ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ച് വന്നാൽ അവൾ എൻ്റെ മടിയിൽ കയറി ഇരിക്കുകയും ചെയ്യും. അതിനൊന്നും ഒരു പരാതിയും പരിഭവമുള്ള ഒരു പട്ടിയല്ല. കൂടാതെ എൻ്റെ ഹസ്ബൻഡും ആ സമയം ഉണ്ടായിരുന്നു. ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സ്റ്റേഷൻ പാറശാല RTOയുടെ കീഴിലുള്ള സ്ഥലത്ത് നടക്കുമ്പോൾ ഞാൻ കയറി അവിടെ നോക്കിയാൽ മാത്രം മതി, വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇവൾ ഇരുന്നോളും. അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് എനിക്ക് അവിടെ അഗ്രികൾച്ചറൽ ഫാമിൽ നിന്ന് എനിക്ക് വീട്ടിൽ വെക്കാനുള്ള, വീട് പണി നടക്കാനുള്ള, അപ്പോൾ അതിൻ്റെ മുമ്പിൽ വെക്കാനുള്ള ചെടികളും ലോണിന് വേണ്ടിയുള്ള ഗ്രാസും ഒക്കെ നോക്കി വെക്കാം. അപ്പോൾ അതും കൂടെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. വണ്ടിക്കകത്ത് പട്ടിക്കുട്ടി ഇരിക്കുകയും ഡ്രൈവർ വെളിയിൽ നിൽക്കുകയും ഞാനും ഹസ്ബൻഡും കൂടെ പോയി അവിടെ മുഴുവൻ നടന്ന് കാണുകയും ചെയ്ത സമയത്ത് ആരോ വന്ന് ആ പട്ടിക്കുട്ടി അവിടെ ഇരിക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്തു. അപ്പോൾ ഞാനത് കണ്ടു. കാരണം ഒരുപാട് പേര് കാറിൽ ഈ ഒരു പട്ടിക്കുട്ടി ഇരിക്കുമ്പോൾ വന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. കാരണം ഒരു കൗതുകം ഉണർത്തുന്ന ഒരു രൂപമുള്ള നായ്ക്കുട്ടിയാണ് ഇത്. മിനിയേച്ചർ പോമറേനിയൻ ബ്രീഡായിട്ടുള്ള നായ്ക്കുട്ടിയാണ്. അപ്പോൾ അതിനെ കണ്ടാൽ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുകയും നോക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ എടുത്തോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടിയില്ല. പക്ഷേ ഇതിന് ശേഷം അത് ഭയങ്കര വലിയ വാർത്തയായിട്ട് ചാനലിലൂടെ വന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണറിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ പട്ടി എന്നും പറഞ്ഞിട്ട് അതിൻ്റെ പടവും സഹിതം ഇങ്ങനെ ഒരു വാർത്തയായിട്ട് ഇങ്ങനെ കുറേ നാൾ പ്രചരിച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ മന്ത്രി എന്നെ വിളിച്ച് ചോദിച്ചു, എന്താ ശ്രീലേഖ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനത്തിൽ പട്ടിയും കയറ്റിക്കൊണ്ടുപോയി, ഏതും പ്രൈവറ്റ് ഏതോ ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നു എന്നുള്ള പരാതി വന്നിട്ടുണ്ടല്ലോ, TV-ലൂടെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഔദ്യോഗിക വാഹനം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കാൻ
ഗവൺമെൻറ്റിൻ്റെ ചട്ടമുണ്ട്. അതിനുവേണ്ടി മാസം തോറും നമ്മൾ ഒരു നിശ്ചിത തുക ചെലാൻ പ്രകാരം ട്രഷറിയിലേക്ക് അടച്ചാൽ മതി. അങ്ങനെ ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും ഞാൻ അടയ്ക്കുന്ന ഈ ചെലാൻ രസീത് ഒഫീഷ്യൽ അക്കൗണ്ടായിട്ട് വെക്കുന്നുമുണ്ട്. എനിക്ക് എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് ഒഫീഷ്യലായിട്ട് പോകുന്ന വഴിയിൽ ഇടയ്ക്കൂടെ വേറെ എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ പർപ്പസിനും വേണ്ടിയിട്ട് അതേ വണ്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന, നെയ്യാറ്റിൻകരയിലോ പാറശാലയിലോ പോയിട്ട് അത്രയും ദൂരം വണ്ടി തിരിച്ച് വന്നിട്ട് പിന്നെ വീണ്ടും എൻ്റെ പേഴ്സണൽ വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യം എന്താണ്? കൂടാതെ പട്ടിക്കുട്ടിയെ എനിക്ക് ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എല്ലാം കൂടെ ചെയ്യാമെന്നുള്ള രീതിയിൽ പോയതാണ്. എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞ് എനിക്ക് വിശദീകരണം കൊടുക്കേണ്ടി വന്നു. അതിന് എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ് പത്രങ്ങളിലൂടെ പരത്തിയത് പലർക്കും വലിയ സന്തോഷമായതായിട്ട് എനിക്ക് മനസ്സിലായി. അവസാനം വീടിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായത് കുറച്ചധികം പ്രശ്നങ്ങൾക്ക് ശേഷമാണ്. എൻ്റെ അച്ഛൻ്റെ തറവാടിരുന്ന സ്ഥലത്ത് തന്നെ ചേച്ചിയുടെ കയ്യിൽ കുറച്ച് അന്നത്തെ മാർക്കറ്റ് പ്രൈസായിട്ടുള്ള സ്ഥലത്തിൻ്റെ വിലയൊക്കെ കൊടുത്ത് ആ സ്ഥലവും കൂടെ സ്വന്തമാക്കി അതിനു വേണ്ടി ഉപകരിച്ചത് ഞാൻ കേരള പോലീസ് ഹൗസിംഗ് സൊസൈറ്റി നിന്ന് വാങ്ങിച്ച 17 സെന്റ് സ്ഥലം ഞാൻ വിറ്റു. ആ സമയം ഇതിൽ നിന്ന് കിട്ടിയ കാശ് എൻ്റെ ചേച്ചിക്ക് കൊടുത്തിട്ടാണ് സ്ഥലം മുഴുവനായിട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിനകത്ത് വീട് വെക്കാനായിട്ടുള്ള പ്രക്രിയ തുടങ്ങാമെന്ന് വിചാരിച്ച് 2011 സെപ്റ്റംബർ ആയപ്പോഴേക്കും തറക്കല്ലിട്ടു. പക്ഷേ ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് പൈസ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. കാരണം വീടിൻ്റെ പടം മുഴുവൻ വരച്ച്, സ്ട്രക്ചർ മുഴുവൻ വരച്ച്, അതിൻ്റെ ഒരു ആർക്കിടെക്റ്റും ഇല്ല, ഒരു ആളുമില്ല, ഒന്നുമില്ല. ഒരു എഞ്ചിനീയർ മാത്രമാണ് ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നത്. അദ്ദേഹം പ്രതാപ് രാജൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്തിരുന്ന, വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്നു, ക്രൈംബ്രാഞ്ചിൽ ജോലി ചെയ്തിരുന്നു, പിന്നെ കേരള പോലീസ് ഹൗസിംഗ് കോർപ്പറേഷൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതുപോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്ത ഒരു എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ സജഷൻ പ്രകാരം വീടിൻ്റെ ഒരു ചിത്രം വരച്ച് തന്നത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പ്ലാൻ, ലേ ഔട്ട്, ഫസാഡ്, ഫ്രണ്ട് എങ്ങനെ ഇരിക്കും, മുറികൾ എങ്ങനെയാണ്, ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഇത് ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് മുറികളൊക്കെ വലിയ വലിപ്പം വേണമായിരുന്നു, ഇഷ്ടംപോലെ ജനലുകൾ വേണമായിരുന്നു, ഒരുപാട് വായുവും വെളിച്ചവും കയറുന്ന രീതിയിൽ. അവസാനം അതൊരു കോൺട്രാക്ടർ മാത്രം നിന്നാണ് ആ വീട് മുഴുവനും പണിതെടുത്തത്. എൻ്റെ അച്ഛൻ്റെ തറവാട് വീടിൻ്റെ ഏകദേശ രൂപത്തിൽ എങ്ങനെയായിരുന്നു അതിരുന്നിരുന്നത് അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ വീടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വീട് പ്ലാൻ ചെയ്ത് അതിൻ്റെ A to Z ഞങ്ങൾ തന്നെ ചെയ്തു, ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. ഞാനും ഹസ്ബൻഡും മോനും കൂടെ ചേർന്ന് എല്ലാ ദിവസവും ഞങ്ങൾ അതിനെക്കുറിച്ച് പല ചർച്ചകൾ നടത്തി. സാധനങ്ങളെല്ലാം എവിടുന്ന് വാങ്ങിക്കണം, എങ്ങനെ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പലയിടത്തായിട്ട് പോയി ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് അങ്ങനെയാണ് ആ വീട് പണിത് തുടങ്ങിയത്. ഓരോ മാസവും ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നാണ് ഞങ്ങൾ അതിൻ്റെ പണിക്കൂലി കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ 3 വർഷം എടുത്തു അത് തീർക്കാൻ. 2014 ഓഗസ്റ്റിലാണ് അവസാനം ഈ വീട് പണി പൂർത്തിയായി ഞങ്ങൾ അതിൻ്റെ പാല് കാച്ചിനൊരു ഡേറ്റ് കുറിക്കുന്നത്. സാധാരണ ഒരാൾ വീട് വെക്കുമ്പോൾ ഭയങ്കര സെലിബ്രേഷൻ ആണല്ലോ, എല്ലാവരെയും വിളിച്ച് പാർട്ടി കൊടുക്കൂലേ, ആളുകളെല്ലാവരെയും വിളിച്ച് എല്ലാവരുടെയും ഗുഡ് വില്ല് വേണം, പിന്നെ കുറേ സമ്മാനങ്ങൾ കിട്ടുമൊക്കെ, അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ എന്നെ ആ സമയത്ത് സഹായിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബ സുഹൃത്തുക്കൾ ഒരുപാട് പേര് പല രീതിയിലും സഹായിച്ചിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ എന്നാലും ആരെയും വിളിച്ച് ഞാനൊരു പാർട്ടി കൊടുക്കുവോ ഒരു സെലിബ്രേഷൻ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല. രാവിലെ ഒരു പൂജ നടത്തി ഞങ്ങൾ അന്ന് തന്നെ കയറി താമസവും തുടങ്ങി. അതാണ് ശരിക്കും ചെയ്തത്. പക്ഷെ അന്ന് പാല് കാച്ചുന്ന ആ സമയത്ത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളെല്ലാം, ഞാൻ, ഹസ്ബൻഡ്, അമ്മ, മോന്, പിന്നെ ഞങ്ങളുടെ അടുത്ത ചേച്ചിമാർ, അടുത്ത ആൾക്കാർ മാത്രം, ഫാമിലി മെമ്പേഴ്സ് മാത്രം, പിന്നെ പൂജ നടത്തിയ 2-3 പേര്, കൂടെയുള്ള പോലീസ് ഓഫീസേഴ്സ്. പാല് കാച്ചി നടത്തിക്കൊണ്ടിരുന്ന തിളച്ചിങ്ങനെ തൂകുന്ന സമയത്ത് ഇങ്ങനെ ഫോൺ നിരന്തരമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആരോ എടുത്തു ഫോൺ, എന്നിട്ട് പറഞ്ഞു, അയ്യോ, ഇന്ത്യ വിഷൻ ചാനലിനകത്ത് നമ്മുടെ വീടിനെയൊക്കെ പടം കാണിക്കുന്നുണ്ട്, എന്തോ ഭയങ്കര അഴിമതി നടത്തിയിട്ടാണ് ഈ വീട് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് വലിയ വാർത്ത വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനതൊന്നും ശ്രദ്ധിക്കാതെ ഇരുന്ന് അത് നടക്കട്ടെ, പാല് കാച്ചട്ടെ എന്ന്. ഏറ്റവും സന്തോഷമുള്ള ദിവസം പോലും നമ്മളെ തളർത്താൻ വേണ്ടി ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് മാത്രമേ എനിക്കന്ന് തോന്നിയുള്ളൂ. ഞാൻ എന്തായാലും ഒന്നും കാണാൻ പോയില്ല. പാല് കാച്ചി കഴിഞ്ഞു, സ്വസ്ഥമായിട്ട് എല്ലാവരും ഇരുന്നു. കുറേ ബന്ധുക്കളും ഒക്കെ വന്നായിരുന്നു വീട് കാണാനായിട്ട്. ആ സമയം തൊട്ട് 11:45-12 മണി അടുപ്പിച്ചുള്ള സമയം തൊട്ട് ഓരോ 5 മിനിറ്റ് വിട്ട് ഇങ്ങനെ ഇന്ത്യ വിഷൻ ചാനൽ ഈ വാർത്ത കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിലും ആ വാർത്ത ഉണ്ടായിരുന്നു. ഒരുപാട് രാത്രിയിലാണ് ഞാനത് പിന്നെ കാണുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പോലീസുകാരെ കൊണ്ട് ദാസ്യപ്പണി ചെയ്യിച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ പല പണികളും നടത്തിയത് എന്നും, അതിൻ്റെ വിഷ്വലായിട്ട് ഒരു ജീപ്പിനകത്ത് നിന്ന് പോലീസുകാരെന്തോ ഒരു സാധനം എടുത്ത് അകത്തോട്ട് വെക്കുന്നത് കാണിച്ചു. എന്താ ഈ സംഗതി എന്ന് എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചു, എന്തോ ഇതെന്ന് ഇവരോട് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ കൂടെ നിന്നിരുന്ന രാജേഷ് എന്ന് പറയുന്ന ഒരു
ഓഫീസർ ഉണ്ടായിരുന്നു. നല്ല കുറേ ആൾക്കാരായിരുന്നു. പിന്നെ കുറേ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ രാജേഷ് എൻ്റെ മറ്റാരും എന്നോട് പറയില്ല. പക്ഷെ രാജേഷിൻ്റെ ഓഫീസിലെ സ്റ്റാഫ് ആയിരുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അത് മാഡം കർട്ടൻ തയ്ച്ചിടുന്നതിൻ്റെ ഒരാൾ വരാൻ പറഞ്ഞായിരുന്നല്ലോ. ഏതോ ഒരു ജീപ്പിൽ അയാൾ കയറി വന്ന്, അപ്പോൾ അയാൾ വലിയൊരു മെഷീനാണ് വീട്ടിൽ കൊണ്ടുവന്ന് മെഷീൻ ഇട്ടിട്ടാണ് കർട്ടൻ തയ്ച്ചിട്ട് അവിടെ ഇടുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ് കർട്ടൻ. അപ്പോൾ അവിടെ കൊണ്ടുപോയി തയ്ച്ച് കൊണ്ടുപോകുന്നതിനേക്കാളും അയാൾ വീട്ടിലിരുന്ന് മെഷീൻ വെച്ച് തയ്ച്ചിടാം എന്ന് പറഞ്ഞാൽ മെഷീൻ അയാൾക്ക് ജീപ്പിൽ നിന്ന് വെളിയിലോട്ട് ഇറക്കാനായിട്ട് ഞങ്ങളുടെ സഹായം ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി എന്നാൽ ഞങ്ങളും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞ് ക്യാമ്പ് ഓഫീസിൽ നിന്ന് ഞങ്ങളും കൂടെ ചെന്ന് എല്ലാവരും കൂടെ ചേർന്ന് ആ ജീപ്പിൻ്റെ പുറകിൽ നിന്ന് ആ തയ്യൽ മെഷീൻ എടുക്കുമ്പോൾ ഒരു ഓമിനി വാനിനകത്ത് കുറേ പേരിങ്ങനെ വന്നിങ്ങനെ തുണിയിട്ട് മുഖം മറിച്ചുകൊണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അതിനകത്ത് രാജേഷ് ചോദിച്ചു എന്തുവാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ എന്തോ ആംഗ്യങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ രാജേഷ് പറഞ്ഞു പോടെ എന്ന് പറഞ്ഞ് കൈ കാണിച്ചു. അപ്പോൾ അതാണ് സംഭവം എന്ന് പറഞ്ഞു. പക്ഷേ ടി വിയിലൂടെ കാണിച്ചത് ദാസ്യപ്പണി ചെയ്തുകൊണ്ടിരുന്ന പോലീസുകാർ, ന്യൂസ് ചാനലിലുള്ള ആൾക്കാർ അതിൻ്റെ റെക്കോർഡിംഗ് എടുക്കാൻ വന്നപ്പോൾ അശ്ലീല അംഗവിക്ഷേപം കാണിച്ചു എന്ന. ഇത് കൂടാതെ വേറൊരു വിഷ്വലും കൂടെ കാണിച്ചത് ഒരു ലോറിയിൽ നിന്ന് പുല്ലിൻ്റെ ഒരു ചുരുട്ട്, അതായത് ഗ്രാസ് എന്ന് പറഞ്ഞാൽ ലോൺ ഗ്രാസ് ഇങ്ങനെ ചുരുട്ടിയെടുത്താണ് കൊണ്ടുവരുന്നത്. ഒരു കാർപ്പറ്റ് പോലെയാണ്. ഒരു ലോറിയുടെ പുറകിൽ നിന്ന് കുറേ പേര് ചേർന്നെടുത്ത് എൻ്റെ വീടിൻ്റെ ഗേറ്റ് കടന്നകത്തോട്ട് കൊണ്ടുവന്ന് വെക്കുന്നത് കാണിച്ചായിരുന്നു. അപ്പോൾ അതും അവർ ഈ ടി വിയിലൂടെ കാണിച്ചിട്ട് അതും ദാസ്യപ്പണിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ ഈ വാർത്ത ഇങ്ങനെ നിരന്തരം അന്നത്തെ ദിവസം മൊത്തം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതിനകത്തും എന്താണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യമെന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വിശദീകരണമൊന്നുമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കുക, കണ്ടുപിടിക്കുക. എൻ്റെ പോലീസുകാരോട് തന്നെ ചോദിച്ചു നോക്കുക, നിങ്ങൾ എത്ര ദാസ്യപ്പണി ചെയ്തു, എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ പണികളാണ് ഞാൻ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അല്ലാതെ എന്തോ ഇതുപോലെ കാണിക്കുന്ന വീഡിയോസാണ് വിശ്വാസം എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എനിക്കെതിരെ ആക്ഷൻ എടുത്തോ എന്നുള്ള മട്ടിൽ എനിക്ക് പറയേണ്ടതായിട്ട് വന്നു. മറ്റൊരു സംഭവം കൂടെ എൻ്റെ വീട് പണിയുടെ ഇടയിലൂടെ സംഭവിച്ചു. ഞങ്ങൾ സാധാരണ എല്ലാ ദിവസവും വന്ന് വീട് പണി പുരോഗതി നോക്കുമായിരുന്നു. താമസിച്ചിരുന്നത് ക്വാർട്ടേഴ്സിലായിരുന്നു, പോലീസ് ക്വാർട്ടേഴ്സിൽ. അവിടെ നിന്ന് അധികം ദൂരമില്ല വീട് പണി നടക്കുന്ന സ്ഥലത്തേക്ക്. രണ്ടും അടുത്തടുത്താണ്. ഇത് വൈതക്കാട് ഈശ്വരവിലാസം റോഡിലാണ് എൻ്റെ വീട്. ക്വാർട്ടേഴ്സ് വൈതക്കാട് തന്നെ ഭക്തിവിലാസം എന്ന് പറയുന്ന ഓൾ ഇന്ത്യ റേഡിയോൻ്റെ അടുത്തുള്ള പോലീസ് ക്വാർട്ടേഴ്സിലാണ്. ഇപ്പോൾ നടന്നാൽ ഒരു 15 മിനിറ്റ് എടുക്കും, കാറിൽ വന്നു കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് എടുക്കും. ദിവസവും വന്നിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അവിടെ വലിയ കാര്യമായിട്ടുള്ള സെക്യൂരിറ്റി ഒന്നും ഞങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നില്ല, ക്യാമറയൊന്നും വെച്ചിരുന്നില്ല. കുറച്ച് തടി കൂപ്പിൽ നിന്ന് ലേലം എടുത്തത് അവിടെ കൊണ്ടിട്ട് അവിടെ നിന്ന് പണി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു മുറിക്കകത്ത് കുറച്ച് സാധനങ്ങൾ വെച്ച് പൂട്ടിയിട്ടാണ് ആ മുറി ആദ്യമായിട്ട് പണിതുകൊണ്ട് അത് പൂട്ടി താക്കോലുമായിട്ട് കോൺട്രാക്ടർ പോകുമായിരുന്നു. ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ പണി ഇലക്ട്രീഷ്യൻ വന്ന് അത് മിക്കവാറും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അകത്തൂടെ ഇൻറ്റേർണൽ വയറിംഗ് ആണല്ലോ, അപ്പോൾ അകത്തൂടെ എല്ലാം വലിച്ചിട്ടിട്ട് പോയി. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എന്നെ വിളിച്ചിട്ട് കോൺട്രാക്ടർ പറഞ്ഞു, മാഡം ഇത് പൊളിച്ച് കയറിയിട്ടുണ്ട്, ആരോ ഞങ്ങളുടെ മുറി കുത്തിപ്പൊളിച്ച് അതിനകത്തുനിന്ന് കുറേ സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ട്. അവരുടെ കുറച്ച് പണി ആയുധങ്ങൾ, തടി കഷ്ണങ്ങളും തേക്കിൻ്റെ മുട്ടികളും ഇലക്ട്രിക്കൽ വയറിങ്ങും ഫിറ്റിങ്ങിനും ഒക്കെ വേണ്ടി വെച്ചിരുന്ന കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. വയറിങ് മുഴുവനും വലിച്ചു ഊരി എടുത്തുകൊണ്ട് പോയി എന്നൊരു സംശയം അയാൾ പറയുന്നു. അപ്പോൾ ഇലക്ട്രീഷ്യനെ ഒന്ന് വിളിച്ച് നോക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഇലക്ട്രീഷ്യനെ വിളിച്ചുകൊണ്ട് ഞങ്ങളവിടെ ചെന്നപ്പോൾ പറഞ്ഞ ശരിയാണ്, കംപ്ലീറ്റ് വയറ് ഇട്ടിരുന്ന കോപ്പർ വയറാണല്ലോ, എല്ലാം വലിച്ചിറക്കി ഊരിയെടുത്ത് കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ കള്ളന് വന്ന് എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് കയ്യിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളല്ല. ഒരു വണ്ടിയെങ്കിലും ഒരു പെട്ടി ഓട്ടോ എങ്കിലും വേണ്ടി വരും അയാൾക്ക് അകത്ത് കയറ്റിയിട്ട് ഇതെല്ലാം കൂടി എടുത്ത് വെച്ച് കൊണ്ടുപോകും. തൊട്ട് അടുത്ത വീട്ടിലെ ആൾക്കാരുണ്ട്, ഇപ്പുറത്ത് എൻ്റെ അമ്മ താമസിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് എല്ലായിടത്തും ആൾക്കാർ താമസിക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഒരു ശബ്ദവും ഒന്നും കേട്ടുമില്ല. ഇതൊരു ഞായറാഴ്ച രാവിലെ എങ്ങാണ്ടായിരുന്നു ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ശനിയാഴ്ച വൈകിട്ട് ആയിരിക്കണം ഇത് അവരെടുത്തുകൊണ്ട് പോയത്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഞാൻ പറയുകയും മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ വന്ന് അവിടെയൊക്കെ നോക്കിയിട്ട് ഒരു FIR എടുക്കുകയും ചെയ്തു. പക്ഷേ ഒന്നും ചെയ്തില്ല. അവരൊരു കള്ളനെ പിടിക്കുകയോ ഒന്നും ചെയ്യുകയോ ഒരു ട്രേസ് ചെയ്യുകയോ ഒരു ഫിംഗർ പ്രിൻ്റ് എടുക്കുകയോ ഒന്നും ചെയ്യാതെ ആ കേസ് കുറച്ച് നാൾക്ക് ശേഷം അവർ എഴുതി തള്ളി. 50,000-60,000 രൂപയുടെ നഷ്ടം, എനിക്കറിയില്ല എത്രയാണ്, ഏകദേശം അത്രയും തന്നെ വന്നിട്ടുണ്ടാവണം. എന്തായാലും അത് ചെയ്തത് കള്ളനാണോ എന്നുള്ള വലിയ സംശയം എനിക്കിപ്പോഴും നിൽക്കുന്നുണ്ട്. കാരണം ഒരു കള്ളനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു നശീകരണം ചെയ്തിട്ട് പോവുമോ? വീടിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ കമ്പിപ്പാര വെച്ച് കുത്തിപ്പൊളിക്കുകയും വയറ് മുഴുവൻ വലിച്ച് വെളിയിലിടുക വഴി അത് ഭയങ്കര എക്സ്ട്രാ വർക്കാണ്. വീണ്ടും ഒന്നേന്ന് ആ വയറിൻ്റെ പണി മൊത്തം തുടങ്ങണം. അപ്പം അങ്ങനെയുള്ള ഒരുപാട് എക്സ്ട്രാ പണി ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കള്ളനാണോ അതോ വേറെ ആരെങ്കിലും പുറകിൽ നിന്ന് ചെയ്തതാണോ എന്നൊക്കെയുള്ള വലിയ സംശയം എനിക്കുണ്ടായിരുന്നു. അത് എന്തായാലും വീട് പണിയൊക്കെ പൂർത്തിയായി, ഞങ്ങൾ ആ വീട്ടിൽ താമസം ആരംഭിച്ചു. പക്ഷേ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് ഇരുന്നു കൊണ്ടുള്ള എൻ്റെ ഓരോ നേട്ടങ്ങൾക്ക് പുറകിലും ഇതുപോലെയുള്ള പത്രവാർത്തകൾ തളർത്താനായി നോക്കി. അത് അച്ചീവനിങ് ഫെലോഷിപ്പ് കിട്ടിയ കാര്യം ഞാൻ കഴിഞ്ഞ
പ്രാവശ്യം പറഞ്ഞല്ലോ. അങ്ങനെ ഈവനിങ് ഫെലോഷിപ്പിനെ കുറിച്ചുള്ള വാർത്ത പത്രത്തിൽ വന്ന് ഞാൻ ഇംഗ്ലണ്ടിലായിരുന്ന 3 മാസവും ഇതുപോലെ ഓരോരോ വാർത്ത എൻ്റെ ഭർത്താവിനെക്കുറിച്ചും എൻ്റെ അമ്മയെക്കുറിച്ചും ഞാൻ ചെയ്ത പഴയ പ്രവൃത്തിയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ നിരന്തരം പത്രങ്ങളിലൂടെയും ടി വിയിലൂടെയൊക്കെ വന്നതായിട്ട് എനിക്കറിയാം. അവിടെ ഇരുന്നാണെങ്കിലും എനിക്ക് സ്വസ്ഥത തരരുത് എന്നിങ്ങനെ ആരോ ഉദ്ദേശിച്ചതുപോലെ അന്നേരവും ഞാൻ ഒരുപാട് മാനസികമായിട്ടുള്ള വ്യഥ അനുഭവിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈവനിങ് ഫെലോഷിപ്പിൻ്റെ അനുഭവം ഞാൻ അടുത്ത ആഴ്ച നിങ്ങളോട് പറയാം. സസ്നേഹം, ശ്രീലേഖ.